കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് ബഹ്റിൻ സമർപ്പിച്ച പ്രമേയത്തിന്മേൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലാണ് വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നത്. നാളെ ന്യൂയോർക്ക് സമയം പകൽ 11 മണിക്കായിരിക്കും ഈ വോട്ടെടുപ്പിന്റെ ആരംഭം. നിലവിൽ ഈ സുരക്ഷാ കൗൺസിൽ അധ്യക്ഷ പദം വഹിക്കുന്നത് ബഹ്റിനാണ്. അവരാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്. ഈ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുവാൻ ആവശ്യമായ എല്ലാ മാർഗങ്ങളും, അതായത് ഓൾ നെസസറി മീൻസ് ഉപയോഗിക്കുവാൻ രാജ്യങ്ങൾക്ക് അനുമതി നൽകണമെന്നാണ് ഈ പ്രമേയത്തിലെ പ്രധാന ആവശ്യം. ഈ കൗൺസിൽ യോഗത്തില് GCC സെക്രട്ടറി ജനറൽ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ജാസിം അൽ ബുദൈവി എന്നാണ്. അദ്ദേഹം പറയുന്നത് അയൽ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന എല്ലാ ആക്രമണങ്ങളും എല്ലാ പരിധികളും ലംഘിച്ചതായിട്ടാണ് ഒരു കുറ്റപ്പെടുത്തലിന്റെ രൂപത്തിൽ പറഞ്ഞത്. മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കുവാൻ ഇറാനുമായി നടത്തുന്ന എല്ലാ ചർച്ചകളിലും ഗൾഫ് മേഖലയിലുള്ള 6 രാജ്യങ്ങളെയും കൂടെ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാന വാർത്ത ഇറാനിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ അൽബോഴ്സ് പ്രവിശ്യയിലെ B1 പാലത്തിന് നേരെ US ആക്രമണം ഉണ്ടായതെന്നാണ്. ഇറാന്റെ നേച്ചർ ഡേ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പാലത്തിന് സമീപം നിരവധി പേർ ഉണ്ടായിരുന്നു. ഈ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടതായിട്ടും ഏതാണ്ട് 95 പേർക്കോളം പരിക്കേറ്റതായിട്ടും ഇറാനിയൻ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ പാലം തകർത്തതിനെ ശരിവെച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. ഇറാന്റെ ഏറ്റവും വലിയ പാലം തകർന്നു വീണിരിക്കുന്നു, ഇനിയും ഏറെ പാലങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വീഴാനിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഒരു മുന്നറിയിപ്പിന്റെ രീതിയിൽ സൂചന നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ സിവിൽ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വെക്കുന്നതിനെ ഇറാൻ വളരെ ശക്തമായിട്ട് അപലപിച്ചിട്ടുണ്ട്. ജനവാസ മേഖലയിൽ ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തകർക്കുന്നത് ശത്രുവിന്റെ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് അവരുടെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞത്. അത് മാത്രമല്ല, പകരം ചോദിക്കുമെന്നും ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ പാലങ്ങൾ തകർത്തിരിക്കും, പ്രത്യേകിച്ച് കുവൈറ്റ്, സൗദി, UAE, ജോർദനിലെ പാലങ്ങളാണ് ലക്ഷ്യമിടുന്നതെന്നും ഇറാൻ പറയുന്നുണ്ട്. അതേസമയം ഈ ഇറാനെതിരെയുള്ള ആക്രമണം തുടരുമെന്നുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില ഉയർന്നു തന്നെ തുടരുകയാണ്. ക്രൂഡ് ഓയിലിന് ബാരലിന് $111 വ്യാപാരം ഇപ്പോൾ നടക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇന്നലെ നടത്തിയ ആ ദേശീയ പ്രസംഗത്തിന് പിന്നാലെയാണ് ഈ എണ്ണവില കുതിച്ചുയർന്നത്. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ തുടരുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് പക്ഷേ ഈ യുദ്ധം എപ്പോൾ അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ സൂചനകളൊന്നും നൽകിയില്ല. അതാണ് ഈ വിപണിയെ സ്വാധീനിച്ചത്. അതേസമയം ലോക നേതാക്കൾ നയതന്ത്ര ചർച്ചകളിലേക്ക് മടങ്ങുവാൻ ഈ ദുഃഖവെള്ളിയാഴ്ച ലിയോ 14 മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇറാനെതിരായ ഈ യുദ്ധം, US-ഇസ്രായേൽ യുദ്ധം ഈസ്റ്ററിന് മുമ്പ് അവസാനിക്കാനാകുമെന്നുള്ള ഒരു പ്രത്യാശയും ലിയോ 14 മാർപ്പാപ്പ വെച്ച് പുലർത്തുന്നുണ്ട്.